ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ എക്സസൈസ് 4.2ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഇതിലെ സബ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജോൺ ആൻഡ് ജിവാൻഡി ആ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസസ് എ certain number of toys in a day. The cost of production of each toy was found to be 55 minus the number of toys produced in a day. On a particular day, the total cost of production was rupees 750. We would like to find out the number of toys produced on that day. അത് നമുക്ക് ചെയ്തു നോക്കാം. Let the number of toys produced be x. Number of toys equal to x എന്നെടുത്തു. Cost of production of each day അത് പറഞ്ഞിട്ടുണ്ട്. Cost of production number of toys 55 minus number of toys ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ cost is equal to 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ് എക്സ് എന്നെടുത്തെങ്കിൽ 55 മൈനസ് എക്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഡേയിൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദ ടോയ്സ് 750 റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു 750 ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ടോയ്സ് എക്സ് ആണ്. എക്സ് ഇൻറ്റു അതിൻ്റെ കോസ്റ്റ് 55 മൈനസ് എക്സ് ആണ്. അപ്പോൾ ടോട്ടൽ 750 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഇൻറ്റു അതിൻ്റെ കോസ്റ്റ്, അതായത് എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ് ഈക്വൽ ടു 750 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് വേണം നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ എക്സ് ഇൻറ്റു 55ഉം എക്സ് ഇൻറ്റു മൈനസ് എക്സും ചെയ്യാം. അപ്പോൾ 55 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 750 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ. 55x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 750 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് സാധാരണ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് മൈനസ് എക്സ് സ്ക്വയർ അവിടെ ഇട്ടു. നമുക്ക് മൈനസിനെ മാറ്റാം. ഇപ്പം അങ്ങനെ തന്നെ എഴുതും. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 55x ഈ 750 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 750 ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ എക്സ് സ്ക്വയർ നമുക്ക് പോസിറ്റീവ് ആക്കണം. അപ്പോൾ നമുക്ക് -1 കൊണ്ട് ഇക്വേഷനെ ടു മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടുമെന്ന് അറിയാം. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എക്സ്ട്രാ വീണ്ടും ഇത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ, അപ്പോൾ ഈ 55ന് സൈൻ മൈനസ് ആണ്, മൈനസ് 55 എക്സ് പ്ലസ് 750 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 55x പ്ലസ് 750 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് സം ഈസ് ഈക്വൽ ടു -55 എന്നും പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 750 എന്ന് കിട്ടുന്ന രണ്ട് നമ്പർ വേണം. ഇത് വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ എക്സസൈസ് 4.2ലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ആ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കണം. 750 കിട്ടാനുള്ള രണ്ട് നമ്പർ. പ്രൊഡക്റ്റ് 750 ആയതുകൊണ്ട് 1 ഇൻറ്റു 750. പക്ഷെ നമുക്ക് അവിടെ സമ്മ് നമുക്ക് 55 കിട്ടൂല. നമ്മൾ സൈനെ ഇപ്പോൾ നോക്കുന്നില്ല, കാരണം 750യുടെ സൈൻ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ രണ്ട് നമ്പറും സെയിം സൈൻ ആയിരിക്കും. അതിൻ്റെ ആഡ് ചെയ്യുന്ന അതിൻ്റെ സമ്മായിരിക്കും നമുക്ക് 55 കിട്ടുന്നത്. അപ്പോൾ 55ൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പർ മൈനസ് ആണെന്ന് വിചാരിക്കാം. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി ചെയ്താൽ മതി. ഇനിയിപ്പം 2 ഇൻറ്റു 750 നമുക്ക് കിട്ടും. ആ നമ്പറിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. 3 ഇൻറ്റു 250 ആയിരിക്കും. അപ്പോൾ 3 ഇൻറ്റു 250 നമ്മൾ 0 ഒഴിവാക്കിയിട്ടാണ് ചിന്തിക്കുന്നത്. 3 ഇൻറ്റു 250യും ഈ പറഞ്ഞ 750 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 55 ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ 1, 2, 3 എടുത്തിട്ട് 10 വരെ ചെയ്താലൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ
3 ഇൻറ്റു 250 750 ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാം 30 ഇൻറ്റു 25 കുറിച്ച് ചിന്തിക്കാം. ഈ 0 നമ്മൾ മാറ്റി ചിന്തിക്കുന്നു. 30 ഇൻറ്റു 25 30ഉം 25ഉം 55ആണ്. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. 30 ഇൻറ്റു 25 എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ 30 ഇൻറ്റു 25 750 ആണ്. അതുപോലെ തന്നെ ഇത് മൈനസ് കൊടുത്താൽ -30യും -25ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 55 കിട്ടും. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. x² - 55x + 750 = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x² - 25x മൈനസ്, കാരണം രണ്ടും ഒരേ നമ്പർ വേണം, കാരണം ഇവിടെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ സമ്മ് വരുമ്പോൾ മൈനസ് വരണമെങ്കിൽ രണ്ട് നമ്പറും ഒരേ സൈൻ ആണ്. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഒരേ സൈൻ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 55 കിട്ടണമെങ്കിൽ നമുക്ക് 25ഉം 30 കിട്ടി. അപ്പോൾ -25ഉം -30യും വന്നാലേ നമുക്ക് 55 കിട്ടുള്ളൂ. അപ്പോൾ -30x + 750 = 0. അങ്ങനെ നമ്മൾ ഇക്വേഷനെ മാറ്റിയിരിക്കും. ഇത്രയും ചെയ്യലാണ് ഈ പ്രോബ്ലത്തിലെ പണിയുള്ളൂ. ബാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. ഇക്വേഷൻ ഉണ്ടാക്കുമല്ല, ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ x² 25x കോമൺ ആയിട്ട് നമുക്ക് എക്സ് ഉള്ളൂ. എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ x² എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സ് മൈനസ് ഈ 25x നിന്നും എക്സ് പുറത്തേക്ക് പോയി. അപ്പോൾ -25. ഇവിടെ നമ്മൾ മൈനസ് തന്നെ ഇട്ടു. ഇനി ഈ 30യിലും 750യിലും കോമൺ ആയിട്ടുള്ളൂ. 30 ഇൻറ്റു 25 ആണ് 750 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ 30 ഇവിടെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ 30നെ പുറത്തേക്ക് എടുത്തു. നമ്മൾ പുറത്തേക്ക് എടുത്തത് -30നെയാണ്. അപ്പോൾ -30 പുറത്തുണ്ടെങ്കിൽ -30x നിന്നും -30 പോയാൽ ബാക്കിയുള്ള എക്സ്. പിന്നെയുള്ളത് 750യിൽ നിന്നും നമ്മൾ -30 ആണ് പുറത്തേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൈൻ മൈനസ് ആണ്. -25 = 0. അപ്പോൾ നമുക്ക് x ഇൻറ്റു x - 25 -30 ഇൻറ്റു x - 25 = 0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ രണ്ട് ടേമുണ്ട്. ഈ രണ്ട് ടേമിലും ഈ x - 25 കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ x - 25നെ പുറത്തേക്ക് എടുത്തു. ഇൻറ്റു ഇനി ബാക്കിയുള്ള ഈ ഫസ്റ്റ് ടേമിൽ നിന്നും x - 25 പുറത്തേക്ക് പോയാൽ ബാക്കിയുള്ള എക്സ് ആണ്. എക്സ് അവിടെ എഴുതി. ഇനി ഇവിടെ ഈ -30 ഇൻറ്റു x - 25ൽ നിന്നും x - 25 നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് x - 25. അപ്പോൾ -30 എന്ന് ഇവിടെ കിട്ടും = 0. അപ്പോൾ നമുക്ക് x - 25 = 0 or x - 30 = 0 എന്നാണ് നമുക്ക് ആൻസർ. x - 25 = 0 or x - 30 = 0. എളുപ്പമാണ്. അപ്പോൾ x = 25 or x = 30. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ the number of toys produced on that day, number of toys on that day = 25 or 30 എന്ന് നമുക്ക് ആൻസർ കിട്ടി.